പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരിന്ന് വെള്ളിയാഴ്ച നമുക്ക് പ്രത്യേകിച്ച് അനേക ദൈവമക്കൾ കുരിശിൻ്റെ വഴി ധ്യാനിക്കാറുണ്ട്. നമുക്കെല്ലാവരും ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുരിശിൻ്റെ വഴിയൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. യേശുവിൻ്റെ പീഡാസഹനം, നമ്മുടെ ചെറിയ കൊച്ചു മുറിവുകളും കൊച്ചു വേദനകളും പ്രയാസങ്ങളും നമുക്ക് വേണ്ടി ഈശോ യാഗമായി മാറിയ കർത്താവ്, ആ കുരിശിൽ കിടന്ന് നമ്മുടെ പാപപരിഹാരത്തിനായി പെടഞ്ഞ് നമുക്കായി യാഗമായി മാറിയ കർത്താവ്. മക്കളെ, ചിന്തകൾ കൊണ്ട് പാപം വരാതിരിക്കാൻ വേണ്ടി ഈശോ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മുൾക്കിരീടമണിയേണ്ടി വന്നു. വെറുപ്പുപദേശമില്ലാതിരിക്കാൻ വേണ്ടി ഈശോ നമ്മുടെ വിലാപ്രം തന്നെ, ഈശോയുടെ വിലാപ്രം നമുക്കായി തുറന്നു. വിശ്വാസം വർദ്ധിക്കുവാനും അത് ഇടവരുത്തി തോമാസിനോട് ഈശോ പറഞ്ഞു, കൈവരലിട്ട് നോക്കാൻ പറഞ്ഞു. വീണ്ടും അഹങ്കാരമില്ലാതിരിക്കാൻ വേണ്ടി ഈശോ മുട്ടുകാൽ തകർക്കപ്പെട്ടു. ഒന്നാം പ്രമാണം ലംഘിച്ച് പോകാതിരിക്കാൻ യേശുവാകുന്ന പാതയിലൂടെ വഴി നടക്കാൻ വേണ്ടി ഈശോ പാദങ്ങളിലാണ് അടിക്കപ്പെട്ടു. ഓരോ തുള്ളി രക്തം നമുക്കായി വാർന്നു തന്ന കർത്താവ്. എത്ര ആയിരക്കണക്കിന് ചാട്ടവാറിനടിയേറ്റവൻ, എത്ര തുപ്പൽ കിട്ടിയവൻ, എത്ര അടി കിട്ടിയവൻ, എത്ര കുന്തം കൊണ്ട് കുത്തിയവൻ, കുരിശും കൊണ്ട് 3 പ്രാവശ്യം അവൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശും കൊണ്ട് വീണ്. യേശുവേ, നന്ദി 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 കർത്താവേ. ഞങ്ങളുടെ പാപവും ഞങ്ങളുടെ ഈ പീഡാസഹനങ്ങളും അവിടെ നിന്ന് താങ്ങണമേ കർത്താവേ. ഞങ്ങളുടെ പാവങ്ങളെ തുടച്ചു മാറ്റണമേ. ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും, ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ബന്ധനങ്ങൾ മാറ്റണമേ. എല്ലാം സമൃദ്ധമായി ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. യേശുവേ, നന്ദി 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 നന്ദി. മക്കളെ, വെളുപ്പിന് 3 മണിയായാലും ഉച്ച കഴിഞ്ഞ് 3 മണിയായാലും ക്രിസ്തു രക്ഷകനായ ഈശോ നമുക്ക് വേണ്ടി 3 മണിക്ക് സമയത്താണ് ഈശോ മരിച്ചത്. ആ 3 മണിക്ക് കഠോരമായ വേദന സഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. ആയതിനാൽ അതുകൊണ്ടാണ് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്കൊക്കെ കരുണക്കൊന്ത ചെല്ലാൻ പറയാറുള്ളത്. അത് വെളുപ്പിന് 3 മണിയായാലും ഒക്കെ നല്ല ഭയങ്കര പവറാണ് ആ സമയത്ത്. നമുക്ക് കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, കാര്യസാധ്യതയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. മക്കളെ, കുരിശിൻ്റെ വഴി നമുക്ക് ധ്യാനിക്കാം. യേശുവേ, നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഒരു നല്ലൊരു വിലാപ സഹന, അതായത് കണ്ണുനീരോടുള്ളൊരു പാട്ടുകളുണ്ട്. പണ്ടത്തെ ഒരു പാട്ടാണ്, ആളുകൾക്കറിയുമോയെന്നറിയില്ല. 14 പുഷ്പിച്ച ആ പൂക്കൾ, അതിനെക്കുറിച്ചുള്ള പാട്ട്. എല്ലാവരും നമുക്ക് സ്തുതിക്കാം മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗികളായി കിടക്കുന്ന സകല മക്കളെ ഒന്ന് തൊടണമേ കർത്താവേ. ബന്ധിതർക്ക് മോചനം കൊടുക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. 1695 ദമ്പതികൾക്കാണ് മക്കളിപ്പം അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവർക്ക് കിട്ടിയേക്കണത്. അതുകൊണ്ട് മക്കളില്ലാത്തവരെ പറഞ്ഞു വിടുക. ഈ 8-ാം തീയതി സാധിക്കുമെങ്കിൽ, സാധിക്കില്ല കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്, പ്രാർത്ഥിച്ചാൽ സാധിക്കും. ചെറുക്കൻ്റെ വീട്ടുകാരെയും പെണ്ണിൻ്റെ വീട്ടുകാരെ കൂടി വിടുക. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ അങ്ങ് മാറും. വഴക്കുണ്ടാക്കാൻ പറഞ്ഞല്ല കേട്ടോ, നിൻ്റെ വീട്ടുകാർ വന്നില്ല, എൻ്റെ വീട്ടുകാർ വന്ന്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ മക്കളെ. കർത്താവിൻ്റെ മുമ്പിൽ എവരിത്തിങ് യെസ് യെസ് യെസ്, ദർ ഇസ് നോട്ട് നോ. എല്ലാം ശരി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിയാവണം. നമുക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ പറ്റില്ല, ധ്യാനം കൊണ്ട് മുട്ടാൻ പറ്റില്ല. അങ്ങനെയല്ലേ? ഓക്കെ മക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവേ സ്തുതിച്ച മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, വേദനിക്കുന്ന എല്ലാ മക്കളോട് കരുണയായിരിക്കണ കർത്താവേ. തകർന്നു കിടക്കുന്ന മക്കളുടെ മേലെ കരുണയായിരിക്കണ കർത്താവേ. വീടില്ലാത്ത മക്കൾക്ക് വീട് കൊടുക്കണമേ കർത്താവേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ കർത്താവേ. പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കട്ടെ. നല്ല റിസൾട്ട് കൊടുക്കണമേ കർത്താവേ. യേശുവേ നന്ദി. വരാൻ പോണ ഈശോയെ, ഈ 8-ാം തീയതിയിലത്തെ താമസമുള്ള ധ്യാനവും
അടുത്ത വൺ ഡേ ധ്യാനം 11, ആ ധ്യാനവും വൻ വിജയമാക്കണമേ. ഈശോയ്ക്ക് ഇഷ്ടമുള്ള ദൈവമക്കളോട് വരട്ടെ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണം. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക, പരിശുദ്ധാത്മാവിനോട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ മക്കളെ, എത്രയോ മക്കൾ, തകർന്നു കിടക്കുന്ന മക്കൾ, ജപ്തി ഓർഡർ എന്ന് പറഞ്ഞ് തകർന്നു കിടക്കുന്ന പല മക്കൾക്കും, ഒരാൾക്ക് രണ്ടാൾക്കാൾ, ഇഷ്ടംപോലെ ആളുകൾക്ക് ആ തക്ക സമയത്ത് കർത്താവ് അത്ഭുതം നടത്താറുണ്ട്. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അത് നമ്മുടെ ഇപ്പം തീരൂല. പ്രൈസ് ദി ലോർഡ്. സ്ഥലം വിൽക്കേണ്ട വരാറില്ല, വീട് വിൽക്കേണ്ട വരാറില്ല. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഒരു വർഷം വന്നു കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ എത്ര ജപ്തി ഓർഡർ എത്ര ഉണ്ടായിരുന്നു അത് ഓർക്കുന്നില്ല. 1.5 കോടി രൂപ കടമുണ്ടായ ആൾ തന്നെയാണ്. പക്ഷേ ജപ്തി ഓർഡറിൻ്റെ അടുത്ത് എത്താറായി കഴിഞ്ഞപ്പോൾ 7 ലക്ഷം രൂപ കൊണ്ട് ഒരാൾ കൊണ്ട് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നു. പിന്നീട് ഇയാൾ വിളിച്ചിട്ട് കിട്ടുള്ള 6 ലക്ഷം രൂപ ബാങ്കിൽ അടച്ചു. ജപ്തി ഓർഡർ ക്യാൻസലാക്കാൻ വേണ്ടി 6 ലക്ഷം അടച്ചു. 1 ലക്ഷം പോക്കറ്റിൽ വെച്ചു. ജപ്തി ഓർഡർ മാറി. അയാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നില്ല. അയാൾക്ക് അങ്ങനെ ഒരു നമ്പറില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി, പിറ്റത്തെ വർഷം വീണ്ടും അങ്ങനെ വന്നു. അപ്പം ഞാൻ ഈ 2 സമയത്തും കൺവെൻഷന് പ്രാർത്ഥിക്കുവാറായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ഗൾഫുകാരൻ, ഒരു മുസ്ലിം സഹോദരൻ വന്ന് അവരുടെ സ്ഥലം മേടിക്കുന്നു. ഇപ്പം എല്ലാം സമാധാനമായി. ഇപ്പം എല്ലാം ഒരു പിക്കപ്പായിട്ട് അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹമായി മാറാണ്. മക്കളെ, എനിക്ക് കടഭാരമാണ്, ഞാൻ രോഗിയാണ്, ഞാൻ ക്ഷീണിതനാണ്, ഞാൻ തകർന്നവനാണ്, എന്നെ ആർക്കും വേണ്ട. കാര്യമില്ലാത്തവർക്ക് ദൈവമാണ് മോനെ തുണ. ഇതൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂല. കാരണം നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ലാത്തത് കൊണ്ടാണ് ചിന്തിക്കാൻ പറ്റാത്തത്. ഒന്ന് ചേഞ്ച് ചെയ്യണ്ടേ, ഒന്ന് മാറ്റി പിടിക്കണ്ടേ നമുക്ക്. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. മോനെ നിൻ്റെ ഹൃദയത്തിലൊന്ന് കൈ വെച്ചേ, നീ എൻ്റെ ഈശോയോട് ചോദിച്ചേ, ഒന്ന് സ്തുതിച്ചതിന് ശേഷം ചോദിച്ചേ, എൻ്റെ ഈശോയെ അങ്ങൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണോ? നീ പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണ് എൻ്റെ അവസ്ഥ? ഞാൻ ചോദിക്കലോട്ടെ. ഞാൻ ഇപ്പം കാണുന്നത് നമ്മുടെ ബഥേൽ മാതാവ് ഈ ഓഗസ്റ്റ് 15 തോരണം കിട്ടൂലേ, അതുപോലെ ഒരു കൊടിമരത്തിൻ്റെ കീഴിൽ ബഥേൽ മാതാവ് നോക്കുകയാണ്. ബഥേൽ മാതാവിൻ്റെ മാധ്യസ്ഥ മതി. നീതിമാനായ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥവും വഴി അങ്ങ് പ്രാർത്ഥിച്ചോ, എന്നിട്ട് ഈ തിരുരക്തത്തെ ഒന്ന് ധ്യാനിച്ചങ്ങ് പ്രാർത്ഥിച്ചോ. നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ചോദിക്കുക, ഈശോ എൻ്റെ ഹൃദയത്തിൽ നീ ഉണർന്ന് പ്രവർത്തിക്കണം, എൻ്റെ പാപം മൂലം ഇന്നിപ്പോൾ ഉണർത്ത് പ്രവർത്തിക്കുന്നില്ലേ? പശ്ചാത്തപിച്ച മാപ്പ് ചോദിക്കുക. ഈശോയുടെ മക്കളെ, അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാതാവേ മാമരിയേ, ബഥേൽ ടീമിൻ മാതാവേ മാമരിയേ കന്യാംബികയേ അമല മനോഹരി അമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി യേശുവിനോട് നിത്യം. ഹരിയേ വാഴുക. നിത്യം പിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിൻ സ്തുതി. യേശുവേ നന്ദി. ഹല്ലേലൂയ.